ഒന്നിച്ചൊരാമയും പറഞ്ഞാൽ സന്തോഷത്തോടെ കരകളൊക്കെ ഉയർത്തിപ്പിടിച്ചാൽ രണ്ട് അത്യുന്നതനായ ദൈവത്തെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കുറവുകൾ കുറ്റങ്ങളെല്ലാം ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ചെറുത് വലുതുമായ എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. സ്തോത്രം, സ്തോത്രം യേശുവേ. സ്തോത്രത്തിന് എന്നും യോഗ്യതേ. സകല നാവും പാടും ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യൻ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ഒരിക്കൽ കൂടെ സ്തോത്രം, സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യൻ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ഒന്നിച്ച് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഒരിക്കൽ കൂടെ ദൈവം പരിശുദ്ധൻ. You are holy. ദൈവം പരിശുദ്ധൻ. Hallelujah. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. ഒരിക്കൽ കൂടെ Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. സ്തോത്രം, സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യൻ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം, സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യൻ. സകല നാവും പാടുന്നു യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. ശബ്ദമുയർത്തേ. യേശു പരിശുദ്ധൻ. ഒന്നിച്ച് യേശു പരിശുദ്ധൻ. You are holy. യേശു പരിശുദ്ധൻ. ഒന്നിച്ച് യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു പരിശുദ്ധൻ. യേശു
Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. യേശു പരിശുദ്ധൻ, 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 യേശു പരിശുദ്ധൻ. ഇവിടെ നോക്കിയത് പോലെ നമുക്ക് ഒന്നിച്ച് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവ് മാത്രം സ്തുതിക്കുകയൊക്കെ. കോടാനുകോടി ദൂതന്മാർ അവൻ ആരാധിപ്പാനുണ്ട്. അതിനേക്കാൾ അവൻ ഇഷ്ടം അവൻ സൃഷ്ടിച്ച് നമ്മൾ ഒന്നിച്ച് അവൻ പരിശുദ്ധനെന്ന് പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ കൈ ഉയർത്തി കണ്ണുകൾ നടച്ച് മനസ്സെല്ലാം ഒന്ന് ഏകാഗ്രമാക്കി, മനസ്സ് പതറിപ്പോകാതെ, ആകുല ചിന്തയോടിരിക്കാതെ, വ്യാകുലപ്പെട്ടിരിക്കാതെ, മനസ്സ് ക്ഷീണിക്കുമ്പോൾ തല കുനിയും, തല അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊന്ന് കൈ ഒന്ന് വീശി, കൊയറെല്ലാം ആ കരങ്ങളൊന്ന് വീശി ഒന്ന് കർത്താവിനൊന്ന് സ്തുതിച്ച്. യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ, യേശു പരിശുദ്ധൻ. ഒന്നിച്ച് യേശു പരിശുദ്ധൻ. ഹല്ലേലൂയ, യേശു പരിശുദ്ധൻ. അത് പറയാൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. സ്വർഗത്തിൽ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു ശബ്ദമാണ് യു ആർ ഹോളി, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ഇടപെടവില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മാത്രം പരിശുദ്ധൻ, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് പകലും നമുക്കും ചേർന്ന് പാടുവാൻ കർത്താവ് കൃപയ്ക്കായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തത്. ദൈവത്തോട് നാം സ്തുതിച്ചിടുമോ അതിന് യോഗ്യൻ ക്രിസ്തു അത്രേ. ഈ ഗാനം ചേർന്ന് പാടി കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുക. Let's do it.
ഇവക്കായി ഒന്നിച്ച് ആമേനാവിനോ
Thank you, Jesus. Thank you, Holy Spirit. Thank you, Lord. Blessed be the Lord. Thank you, Jesus. Thank you, Lord. ഹല്ലേലൂയ. കരവും ശബ്ദമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു, അനന്തരം യേശുവിനെ പിശാച് പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എന്തിനാണ് യേശുവിനെ മരുഭൂമിയിൽ കൊണ്ടുപോയത്? പരീക്ഷിക്കേണ്ടതിന്. എത്രവിധ പരീക്ഷ യേശു സഹിക്കേണ്ടി വന്നു? 3 വിധ പരീക്ഷ സഹിക്കേണ്ടി വന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. 3 പരീക്ഷയിൽ യേശു ജയിച്ചു. എന്തുകൊണ്ട് യേശു മരുഭൂമിയിലേക്ക് പോയി? ഒറ്റവാക്കി പറയാം. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ ശവങ്ങൾ കുന്നുമൂടിയ സ്ഥലമാണ് മരുഭൂമി. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ വരുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പിണക്കം, വഴക്ക്, പ്രശ്നങ്ങള്, പെറുപെറുപ്പ്, അഭിഷക്തന് നേരെ കൈ ചൂണ്ടുക, ഇതൊക്കെ ഒടുവിൽ അവർ ദൈവത്തിനെതിരായി പെറുപെറുക്കാൻ തുടങ്ങി. പെറുപെറുപ്പിന്റെ കാഠിന്യം എന്ന് പറയുന്നത് ദൈവത്തിനെതിരായി. കഴിഞ്ഞ ദിവസം എന്നോട് വെച്ച് പറഞ്ഞു ദൈവമില്ല. ഞാൻ പറഞ്ഞു ബൈബിളിൽ എഴുതിയിട്ടുണ്ട് 14-ാം സങ്കീർത്തനത്തിൽ ദൈവം ഇല്ല. അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അടുത്ത വാക്യമുണ്ട്, ദൈവം ഇല്ല എന്ന്. അതാ പറഞ്ഞു തുടങ്ങി. ദൈവമില്ല എന്ന് ബൈബിളിൽ ഉണ്ടല്ലോ. നമ്മൾ അടുത്തോടെ വായിക്കേ, നിന്റെ പേര് താഴെ എഴുതിയിട്ടുണ്ട്. ആരാ പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ല. മക്കളില്ലാതെ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മക്കളെ കിട്ടുന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിതാക്കന്മാരൊക്കെ ശുശ്രൂഷയിൽ മുന്നിൽ നിന്നവരൊക്കെയാണ്. പക്ഷെ ഈ കുടുംബത്തിന് തലമുറ കിട്ടാത്തത് കൊണ്ട് അവരൊന്നിച്ചു തീരുമാനിച്ചു, ആരില്ല? ദൈവമില്ല. ദൈവമുണ്ട്. പ്രപഞ്ച സൃഷ്ടാവ്, സകലരും നിർമ്മിച്ചവൻ, ഇന്നും പകലും ഇവിടെ വരാനുള്ള യോഗ്യത ദൈവമുള്ളത് കൊണ്ട് തന്നെയാണ്. കയ്യം അടിച്ചത് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവമുണ്ട്. അവൻ മരുഭൂമിയിലൂടെ നമ്മെ നടത്തും. ആ മരുഭൂമി താൽക്കാലികമായിരിക്കും. വാഗ്ദത്തം അടുത്തുണ്ട്. വാഗ്ദത്തത്തിന് മുമ്പ് മരുഭൂമിയിലൂടെ പോകേണ്ടി വരും. ഒരു മരുഭൂമിയും ആരെയും തളർത്താനോ തകർക്കാനല്ല, പരീക്ഷയിൽ നിനക്ക് ജയിക്കാൻ വേണ്ടിയാണ്. അവിടെ ഇന്ന് പകൽ ആരോടോ കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ മരുഭൂമി ഉണ്ടെങ്കിൽ, സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ വേദനിക്കരുത്, മിണ്ടാതിരുന്നോണം. വാ തുറക്കാതെ അടങ്ങിയിരുന്നോണം. എന്തുകൊണ്ട്? അടുത്ത നിമിഷം ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്ന ഓർമ്മിച്ചൊരാഭിമാനാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് കരുതി വേദനിക്കരുത്. ചോദിച്ചതിന് ഉത്തരം കിട്ടുന്നില്ലെന്ന് കരുതി ദുഃഖിക്കരുത്. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചെന്നിരിക്കട്ടെ. ആരെങ്കിലും എന്റെ അക്കൗണ്ടിൽ ഇട്ടെന്നിരിക്കട്ടെ. ഇട്ടെന്നിരിക്കട്ടെ. ആ പൈസ ഞാൻ എടുക്കാൻ വൈകും തോറും അതിനകത്ത് എന്ത് കൂടിക്കൊണ്ടിരിക്കും? പലിശ കൂടിക്കൊണ്ടിരിക്കും. 5 വർഷം, 10 വർഷം, 15 വർഷം എടുക്കാതിരിക്കുമ്പോൾ പലിശ കൂടും. ഒരു ദൂതനെ കൈമാറാം. നിന്റെ പ്രാർത്ഥന വൈകുന്നെങ്കിൽ, നിന്റെ ഉത്തരം വൈകുന്നെങ്കിൽ പലിശ സഹിതം നിനക്ക് മടങ്ങിത്തരും. അത് വിശ്വസിക്കുന്ന ഏറ്റവും മെച്ചമായത് കർത്താവ് തരും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മരുഭൂമി യാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. ഈ പാട്ട് എന്റെ യേശു എനിക്ക് നല്ലവൻ. ഈ ചേർന്ന് പാടി കരമടിച്ച ആത്മാവ് ദൈവത്തെ സ്തുതിക്കുക. യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും ഭാവിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ ഇന്നുമെന്നും ഭാവിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ അവൻ ഭാവിയായവൻ. അവൻ ലോകത്തിൽ പ്രയാസങ്ങളിൽ അവൻ ഭാവിയായവൻ. ഉൾമുടി ശിരസിൽ വഹിച്ചു
യേശുവിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ നിന്ന് വെളിപ്പെടുകയാണ്. അവന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. എല്ലാ ഘോരികളെയും ശ്വാസത്തിൽ ജയമെടുക്കുന്നതിനുള്ള അവൻ മണവാളനായി വെളിപ്പെടുമ്പോൾ നാം അവനിടം പറന്നുയരും. ആ പ്രത്യാശയുടെ ചേർന്ന് പാടിയവർ കൈയോർത്തു ഹല്ലേലൂയ പറഞ്ഞാൽ ആ പാട്ട് എഴുതിയ പാട്ടുകാരന് ഒരല്പം തെറ്റുപറ്റിയിട്ടുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല. ആ പാട്ട് എഴുതിയ പാട്ടുകാരൻ പാടിയത് ഇങ്ങനെയാണ്: അവൻ രാജാവായി വരുമ്പോൾ അവനിടം ഞാൻ പറഞ്ഞു. അവൻ രാജാവായി വരണമെങ്കിൽ ഇനി വർഷങ്ങളെടുക്കും. അവൻ വരുന്നത് മണവാളനായിട്ടാണ്. തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ അവൻ മടങ്ങി വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ തിരുത്തി പാടിയത്. ക്രൂശിക്കുന്ന കള്ളൻ വിളിച്ചു പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. മോനെ, ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരണമെങ്കിൽ ഇനി വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ഇന്നും നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. യേശുവിന് വേണ്ടി എപ്പോ നിങ്ങൾ ഹൃദയം കൊടുക്കുന്നു, യേശുവേ രക്ഷക, അങ്ങാണെന്റെ പാപവിമോചകനെന്ന് എപ്പോ നിങ്ങൾ പറയുന്നു, അപ്പോൾ നിങ്ങൾക്ക് പറുദീസയുടെ അംഗീകാരം കിട്ടുകയാണ്. കൈയൊച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീണ്ടും കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനു വേണ്ടി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരികളുടെ മകൾ വെളിപ്പെട്ട് നിമിഷിക്കുന്നു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ രജി ഇപ്പോൾ മുന്നോട്ട് വന്ന് തുറന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗത്തിന് ഭൂമിക്ക് ഉടയനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹീതമാകുന്ന ഈ പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ഏപ്രിൽ മാസത്തിന്റെ അവസാന ദിവസം കർത്താവേ, ഹല്ലേലൂയ, അവസാന ഞായറാഴ്ച ദിവസം ദൈവമക്കളാകുന്ന ഞങ്ങൾക്ക് കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പൽക്കാലം കർത്താവെ പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നല്ലോ കർത്താവേ. അല്പസമയം കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. പല ഭവനങ്ങളായിരുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അല്പ
അല്പസമയം മുഴങ്കാൽ മടക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നോട്ടത്തിലെ, സംസാരത്തിലെ, പ്രവൃത്തിയിലെ, കൊടുക്ക വാങ്ങലിലെ ഒക്കെ ഉണ്ടായ കുറവുകൾ കർത്താവ് ഞങ്ങളോട് പൊറുക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് കാലം കർത്താവെ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ വചനം കർത്താവെ, ഇന്നത്തെ ദൂത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൂതായി കർത്താവെ ഞങ്ങൾക്ക് ഏറ്റെടുത്ത് കർത്താവെ അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ സ്വർഗ്ഗം ഇടയാക്കുമാറാണെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അല്പസമയം അങ്ങയുടെ പാദമെടുത്ത് ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അങ്ങ് മറുപടി തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ അപ്പുറവും ഇപ്പുറവും രണ്ട് മരത്തെ ഒരു വടം വലിച്ചു കെട്ടിയിട്ട് ഒരു മനുഷ്യൻ കൈയടിച്ചു. ഞാൻ ഈ വടത്തിന്റെ മേളിൽ കൂടെ നടന്ന പുഴയുടെ അക്കരെ കയറാൻ പോവുകയാണ്. ആളുകൾ പറഞ്ഞു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒന്നെങ്കിൽ റോപ്പിന്റെ മേളിൽ വേറെ കയറ് കെട്ടിയാലേ നിങ്ങൾ പിടിച്ചിട്ടുണ്ടായി. ഇല്ല, ഒന്നുമില്ല. ആ മനുഷ്യൻ അതിന് മേളിൽ നിന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു. മെല്ലെ 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 നടന്ന് അക്കരെ പോയി. എന്നിട്ട് തിരിച്ചിക്കരെ വന്നു. വീണ്ടും ആളുകൾ കൈയടിച്ചു. കൊള്ളാം, ഈ അഭ്യാസം നിന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വരണം, എന്നിട്ട് എന്റെ തോളെ കയറിയിരിക്കണം. നിങ്ങളെയും കൊണ്ട് ഞാൻ അക്കരയ്ക്ക് പോകാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. എല്ലാവരും നീ പോടാ എന്ന് പറഞ്ഞ് പുറകോട്ട് മാറി. ആർക്കും ധൈര്യമുണ്ടായില്ല, ആർക്കും ചങ്കുറ്റം തോന്നിയില്ല. പെട്ടെന്ന് ഒരു കുഞ്ഞൻ ആ കൂട്ടത്തിൽ നിന്ന് ഓടി വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ വരാം. ശരി, എങ്കിൽ നീ എന്റെ തോളെ കയറാൻ പറഞ്ഞു. ആ കുട്ടി ആ മനുഷ്യന്റെ തോളിൽ കയറിയിരുന്നു. മെല്ലെ കയറിന്റെ മേളിൽ കൂടെ നടക്കാൻ തുടങ്ങി. ആളുകളെല്ലാം ശ്വാസം മുട്ടി നോക്കി നിൽക്കുക. കാലൊന്ന് തെന്നിയാൽ, ബാലൻസ് ഒന്ന് തെന്നിയാൽ ഭയങ്കരമായ കുത്തൊഴുക്കിലേക്ക് വീണ് ആ കുട്ടിയും ആ മനുഷ്യനും മരണപ്പെടാൻ സാധ്യതയുണ്ട്. ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുക. ഓരോ ഇഞ്ച് മുന്നോട്ട് പോകുന്തോറും മനസ്സിന്റെ വ്യഗ്രത കൂടി, ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടി. അക്കരെ ചെന്നു. ആളുകളെല്ലാം കൈയടിച്ചു. കൊള്ളാം കൊള്ളാം. ആളുകൾ വിളിച്ചു പറഞ്ഞു, ദയവായി ഇനി ഒന്നുകൂടെ വരണ്ട, അവിടെ നിന്നാ മതി. ഇല്ല, തിരിച്ചു വരികയാണ്. ആ കയറിന്റെ വെളിയിൽ കൂടെ കൊച്ചിനെ വെച്ചുകൊണ്ട് മെല്ലെ 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 നടന്ന് ഇക്കരെ വന്നു. താഴെ ഇറങ്ങി. ആളുകളെല്ലാം മാലയിട്ട് സ്വീകരിച്ചു. കുറെ പേര് കാശൊക്കെ കൊടുത്തു, കൈയടിച്ചു. പെട്ടെന്ന് ആ കൊച്ചിനോട് ഒരാൾ ചോദിച്ചു, എടാ മോനെ, നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി ആ മനുഷ്യന്റെ തോളിൽ കയറി നിൽക്കാൻ? ആ കൊച്ചൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇതാരാന്നറിയാമോ? ഇതെന്റെ ഡാഡിയാ. എനിക്ക് ഡാഡിയിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ വീഴുമെന്ന് എനിക്ക് ഭയമില്ല. നീ പിടിച്ചിരിക്കുന്നത് അവന്റെ കരത്തിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നിന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു പിതാവുണ്ട്. നിനക്ക് പിതാവിന്റെ സ്നേഹം അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു മാതാവിന്റെ സ്നേഹം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ഭർത്താവിന്റെ സ്നേഹം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ വീഴാൻ അവൻ അനുവദിക്കത്തില്ല. ആ പാട്ടാണ് തുറന്നു പാടുന്നത്. ലോകത്തിലേക ആശ്രയം എന്റെ യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം, പ്രിയനെ നീ മതി എന്നും വാറ്റി പരിപാട്ട്. എഴുന്നേറ്റ് നിന്ന് അല്പം ചൂടൊക്കെ ഉണ്ടെങ്കിലും ഈ മുറിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നതാ, കൈയടിച്ച് നൃത്തം ചെയ്ത് കസേരയൊക്കെ തിക്കിയിട്ടിരിക്കുന്നുണ്ടൊന്ന് ചാടാനൊന്നും പറ്റത്തില്ല, തുള്ളാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ കൈയടിച്ചു പാടി ആത്മാവിൽ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ലോകത്തിലേക്ക് ആശ്രയം എന്റെ യേശു മാത്രം. ശോകങ്ങളേറി വന്നാൽ
എന്ന് പറഞ്ഞ് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ആമേൻ കർത്താവേ വരണേ. പ്രത്യാശയോട് ആമേൻ കർത്താവേ വരണേ. ആമേൻ കർത്താവേ വരണേ. ആമേൻ കർത്താവേ വരണേ. ആമേൻ 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 കർത്താവേ വരണേ. താമസമില്ല, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ളവരാണ് ഈ ചർച്ചിൽ ഇന്ന് പകൽ വന്നിരിക്കുന്നത്. ആർക്കെങ്കിലും ആ പ്രത്യാശയില്ലെങ്കിൽ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ മടങ്ങി വരവാണ്. വലിയൊരു വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് വിളിച്ചു പറയുകയാണ്. ലോകരാജ്യങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുബൈയിലും ചൈനയിലുമൊക്കെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഭൂകമ്പത്തിന്റെ സാധ്യത തെളിഞ്ഞു വരികയാണ്. ഭയങ്കരമായ ഭയാനകമായ സംഭവങ്ങൾ ദേശത്ത് നടമാടുകയാണ്. ഇതിന് നടുവിൽ പ്രത്യാശയുള്ളവർ ഒന്നിച്ചു പാടി ആരാധിക്കും. എന്റെ യേശു വാക്കുമാറാത്തവരാണ്. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വല്ലവനും വരുന്നവനും വരുവാനിരിക്കുന്നവനുമായ കർത്താവിനെ നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ജീവിതയാത്രയിൽ ഓടിത്തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന യാക്കോബിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. പേടിക്കണ്ട, ഞാൻ നിന്നെ ലക്ഷ്യത്തിലെത്തിപ്പാൻ പോവുകയാണ്. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പാട്ടിന്റെ അർത്ഥം ധ്യാനിച്ച്, കല്ല് തലേണയായി വെച്ച് കിടക്കുമ്പോൾ ഉറക്കമില്ലാതിരിക്കുന്ന രാത്രി, എത്രയോ ദിവസമായി നീ ഒന്ന് ഉറങ്ങിയിട്ട് നിന്റെ മുമ്പിൽ പ്രശ്നങ്ങൾ നിന്നെ വല്ലാതെ വേട്ടയാടുകയാണ്. മനസ്സമാധാനം പോകത്തക്കവണ്ണം പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. എല്ലാം കർത്താവിന്റെ കയ്യിൽ കൊടുക്ക്. എന്നിട്ട് നീ ഫ്രീ ആയിട്ട് പറ, ഞാൻ തകരാൻ അവൻ അനുവദിക്കത്തില്ല, ഞാൻ ഉടയാൻ അവൻ അനുവദിക്കത്തില്ല. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി മാർഗത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുക. തളർന്നു ഒരു ചുവട് പോലെ വെപ്പാൻ കഴിയുന്നില്ല കർത്താവേ. വേദനയാലും ഭാരത്താലും ഇരിക്കുന്ന തന്റെ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന കർത്താവ്, കല്ലുയണയായി കല്ലെടുത്തു വെച്ചപ്പോൾ കോവയടിയിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് യാത്ര പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുക.
ഞങ്ങൾ വന്ന നിമിഷം മുതൽ അങ്ങ് ഞങ്ങളുടെ നടുവിൽ വന്ന് ഞങ്ങളെ തൊട്ടതുകൊണ്ട് സ്തോത്രം, ബലപ്പെടുത്തിയത് കൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിർവഹിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി മാറ്റിത്തരുമെന്നുള്ള വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് 91 സങ്കീർത്തനം വാക്കുപ്രതി വാക്യമായി വായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെടുങ്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിലും നിന്നോടടുത്ത് വരികയില്ല. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതും നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയവന് കാണിച്ചു കൊടുക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പോലെ ആയുസോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ ദൈവം നമ്മളെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞാഴ്ചക്കാലം അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തിയതുകൊണ്ട് എല്ലാവരും ബാധുവത കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിന്ന് വിടുവിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കാലിനെ വീഴ്ച രക്ഷിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പാണനെ മണ്ണത്തിന് വിടുവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭക്ഷിപ്പാൻ ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കുടിക്കുവാൻ വെള്ളം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധരിക്കുവാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാർക്കുവാൻ പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്ഭുതകരമായ ദൈവം നമ്മളെ നടത്തിയത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അത്ഭുതകരമായ ദൈവം നമ്മളെ നടത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വനായ കർത്താവേ, ഈ വിശുദ്ധ പകൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപ്പെട്ട ആരാധന ഞങ്ങൾ നൽകി തന്നല്ലോ. നമ്മുടെ സങ്കീർത്തനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവാത്മാവ് ഞങ്ങളെ സ്പർശിക്കണമേ. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തിന്റെ അവസാന ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് വിശുദ്ധ സഭായോഗമായിട്ട് കടന്നു വരുവാൻ ദൈവം എന്ന അവസരത്തിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ഹോളിലിരിക്കുന്ന ദൈവമക്കൾക്കും ഓൺലൈനായി ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അത്ഭുതകരമായ ദൈവം നമ്മളെ നടത്തിയല്ലോ. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, അനർത്ഥങ്ങൾ ഓരോ ദിവസവും ലോകത്ത് നടക്കുമ്പോൾ ദൈവം നടത്തിയ വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹപ്പെട്ട ആരാധന ദൈവം തന്നു. ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് നമ്മളെ സഹായിച്ചു. അല്പസമയം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 91 സങ്കീർത്തനമാണ് ഇന്ന് പകൽ വായിപ്പാൻ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നത്. ഈ സങ്കീർത്തനം നമുക്കറിയാം, ചെറുപ്പം തൊട്ടേ നമ്മൾ വായിക്കുകയും വീടുകളിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. മിക്ക ആൾക്കാർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. അതിനകത്ത് ഒരു ദൂത് പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചത് നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുവാൻ ഞാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 91 സങ്കീർത്തനം അതിന്റെ 14 വാക്യം. 14 വാക്യത്തിൽ ദൈവദാസൻ പറയുന്ന ദൂതാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ എന്ത് ചെയ്യും? വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാനവനെ. 2 കണ്ടീഷനും 2 വിടുതലും ആ വാക്യത്തിൽ കർത്താവ് പറയുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, നീ ദൈവത്തോട് പറ്റിയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, നീ ദൈവത്തിന്റെ നാമത്തെ അറിയണം. അപ്പോൾ ദൈവം ചെയ്യുന്ന 2 വിടുതൽ, 1 ഞാൻ നിന്നെ വിടുവിക്കും, 2 ഞാൻ നിന്നെ ഉയർത്തും. പാതുറന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ട്.
അപ്പൊ ഒന്നാമത്തെ വിഷയം എടുക്കാനാണ് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നിന്നത്. എല്ലാവരും അല്പസമയം പ്രാർത്ഥനയോടെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ. ഇന്ന് പകൽ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ദൈവകുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും. ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇന്ന് പകൽ വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുന്നു. മറ്റുള്ളവരെ നോക്കാതെ, വീട്ടുകാരെ നോക്കാതെ, കുടുംബക്കാരെ നോക്കാതെ, നീ വ്യക്തിപരമായി നീ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും. ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തോട് പറ്റിയിരുന്ന അനവധി വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരികയാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം എടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം വരുന്നു. ബൈബിൾ തുറന്ന് പ്രാർത്ഥനയോടെ വചനത്തിന് മുമ്പാകെ നമുക്കായിരിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. കാദേശ് ബർന്നേൽ വെച്ച് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്ന് എന്റെ മനോബോധപ്രകാരം അവരോട് മറുപടി പറഞ്ഞു, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരൻ. 8-ാം വാക്യം നോക്കിക്കേ. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം എന്ത് ചെയ്തു? ഉരുകുമാറാക്കി. എന്നാൽ ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? പറ്റി നിന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിച്ച ദൂത് കിടക്കുന്നത്. 8-ാമത്തെ വാക്യം എല്ലാവരും നോക്കിക്കേ, ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ച്. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ഇതാരാ പറ്റി നിന്നത്? ഇവിടെ നടക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അതാണ് അല്പസമയം ഞാൻ എടുക്കാൻ പോകുന്നത്. അതിന്റെ തൊട്ടുമൂലത്ത് ഒരു വാക്യം വായിച്ചിട്ട് ഇതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകാം. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനസിനായ യെഫുന്നെയുടെ മകൻ കാലേബ് അവരോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നേൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. കാലേബിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് നൂന്റെ മകൻ യോശുവ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ 8-ാം വാക്യത്തിൽ കാലേബ് പ്രത്യേകമായിട്ട് പറഞ്ഞു, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കിക്കളഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തോട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ആരാണ് കാലേബിന്റെ കൂടെ പോയ സഹോദരന്മാർ? ആ സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കാനുണ്ടായ കാരണം എന്താണ്? അതാണ് വചനത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി സംഖ്യാപുസ്തകത്തിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരികയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം. ചെങ്കടൽ കടന്ന് ദൈവജനം മുന്നോട്ട് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് മോശയോട് ദൈവം പറഞ്ഞു, വാഗ്ദത്ത ദേശം ഒറ്റുനോക്കാൻ ലീഡേഴ്സിനെ അയക്കാൻ പറഞ്ഞു. ആദ്യം ഒരല്പസമയം ശാന്തമായിട്ട് വചനം ചിന്തിച്ചിട്ട് ഞാൻ ദൂതിലേക്ക് വരാൻ പോവുക. അങ്ങനെ 12 ഗോത്രത്തിൽ നിന്ന് 12 ലീഡേഴ്സിനെ മോശ തെരഞ്ഞെടുക്കുവാനിടയായി. 6-ാം വാക്യം വായിക്കുന്നു. യഹൂദ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകൻ കാലേബ്. 8-ാം വാക്യം എഫ്രയീം ഗോത്രത്തിൽ നൂന്റെ മകൻ ഹോശയ്യ അല്ലെങ്കിൽ യോശുവ. അങ്ങനെ 12 ലീഡേഴ്സിനെ തെരഞ്ഞെടുത്ത് പാരാൻ മരുഭൂമിയിൽ നിന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാ. കാണിപ്പാനിരുന്ന ദേശത്തേക്ക് പുറപ്പെട്ട പിതാവിനോട് ദൈവം പറഞ്ഞ കാര്യം സത്യമാണോ, അതോ ദൈവം കള്ളം പറഞ്ഞയാണോ, അതോ ദൈവം പോസ്കു പറഞ്ഞയാണോ? ആ പാലും തേനും ഒഴുകുന്ന സ്ഥലം അവിടെ ഉണ്ടോ എന്ന് ഒറ്റുനോക്കാൻ വേണ്ടി ദൈവത്തിന്റെ ദാസനായ മോശ 12 ഗോത്രത്തിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് ദൈവത്തിനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ 12 പേരും അങ്ങോട്ട് ഒരുമിച്ച് പോകുകയാ. അവിടെ പോയപ്പോൾ അവർ കണ്ട ചില കാര്യങ്ങളാണ്. ചില വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകാം. അതേ അധ്യായം സംഖ്യാപുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം നോക്കിക്കേ. സംഖ്യ 13-ന്റെ 22. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രയീമിലെ സോവാറിനെ 7 സംവത്സരം മുമ്പേ പണിതു. ഇനി അവിടെ ചെന്ന് ഹെബ്രോനിലെത്തി. ആ മണ്ണിൽ ഈ 12 പേര് എത്തിക്കഴിഞ്ഞു. എന്നിട്ട് അവിടുത്തെ ചില വിശേഷങ്ങളാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ. അടുത്ത വാക്യം വായിച്ച്. അവിടെ നിന്നൊരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത്
നോക്കിക്കേ, മുന്തിരിവള്ളി നോക്കണം, മുന്തിരിക്കൊല കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഒരു കമ്പ് വെച്ച് കെട്ടി മുകളിൽ നടക്കുന്ന ഒരുത്തിന്റെ ചുമലിലും പുറകെ നടക്കുന്ന ഒരുത്തിന്റെ ചുമലും നടുക്ക് കെട്ടിയിട്ട് അത്രമാത്രം വലിയ മുന്തിരിക്കൊലയുമായിട്ട് ഇവർ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതുപോലെ കാര്യം കൃത്യം. ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ നടക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞാട്ട്. മനുഷ്യരാണ്, നിനക്ക് വിഷമങ്ങൾ കടന്നു വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, അവൻ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ നടക്കും. വർഷങ്ങൾക്ക് മുമ്പ് പിതാവിനോട് അരുളി ചെയ്തു, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിനക്കും നിന്റെ തലമുറയ്ക്ക് തരുമെന്ന്. പക്ഷെ ഈ 12 ലീഡേഴ്സ് ചെന്നപ്പോൾ ദൈവം അബ്രഹാമിനോട് എന്തു പറഞ്ഞു? ദ സെയിം പ്ലേസ്, ഒരു മാറ്റമില്ലാത്ത രീതിയിൽ ആ സ്ഥലം അവർ കാണുവാനിടയായി. ഫലഭൂഷ്ടമായ സ്ഥലം, പാലും തേനും ഒഴുകുന്ന സ്ഥലം. ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ 2 പേർ കമ്പിന്മേൽ കെട്ടി ചുമന്നുകൊണ്ട് വരത്തക്കവണ്ണം വലുപ്പമുള്ള മുന്തിരിക്കൊല. അങ്ങനെ ഫലഭൂഷ്ടമായ ഒരു സ്ഥലം അവർ കാണുവാനിടയായി. ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവിടുത്തെ ഫലവുമായി ആ ദേശം മുഴുവൻ അവർ വാച്ച് ചെയ്തു, ദേശം മുഴുവൻ അവർ പഠിച്ചിട്ട് ഈ 12 പേരും തിരിച്ച് മോശയുടെ അടുത്തേക്ക് വരികയാണ്. ഇനി അവിടെ തൊട്ട് ഞാൻ ദൂത് തുടങ്ങാൻ പോവുക. മോശയുടെ അടുത്തേട്ട് അവർ വരുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 26-ാം വാക്യം തൊട്ട് ശ്രദ്ധിച്ചു വായിക്കാം. നോക്കിക്കേ. അവർ യാത്ര ചെയ്ത പാറാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെയും അടുക്കൽ വന്ന അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. തിരിച്ചു വന്ന മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ സഭയുടെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും ഇവർ വരുന്നത് കാണാൻ. വന്നപ്പോ തന്നെ അവിടെ നടന്ന സകല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിക്കേ, ആ ദേശത്തുനിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ഫലം ഇതാണെന്ന് വരെ ഫലവും അവരെ കാണിച്ചു. 27-ാം വാക്യം. അവർ അവനോട് വിവരിച്ചു പറഞ്ഞെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. അവിടെ നടന്ന സംഭവങ്ങളും അവിടെ കണ്ട വിവരണങ്ങൾ ഇവര് മോശയുടെയും അഹരോന്റെ മുമ്പിൽ ദൈവജനത്തോട് പറയാം. അവിടെ ഒരു പ്രത്യേക പദം അവിടെ പറഞ്ഞിട്ടുണ്ട്. 28-ാം വാക്യം നമ്മൾ വായിച്ചു നോക്കി. എങ്കിലും ദേശത്തു പാർക്കുന്ന ജനങ്ങൾ ആരാ? ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലുപ്പമുള്ളവർ. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം പറഞ്ഞതുപോലെ എല്ലാം അവിടെ ഉണ്ട്. മനോഹരമായ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം, ഫലപുഷ്ടമായ ദേശം. പക്ഷെ ഒരു നെഗറ്റീവ് ഉണ്ട്, നമ്മളെക്കാൾ അവര് ശക്തന്മാരാണ്, ജനം വളരെ ബലമുള്ളവരാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. 30-ാമത്തെ വാക്യം വായിക്കും. ഇത് പറഞ്ഞപ്പോൾ എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ എന്ത് ചെയ്തു? ശാന്തരാക്കി. എല്ലാരും മിണ്ടാതിരുന്നേ. കാലേബ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി, നിങ്ങൾ കാണിച്ചത് ശരി, എല്ലാവരും മിണ്ടാതിരുന്നേ. എന്നിട്ട് കാലേബ് ഒറ്റ വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞു? നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ദൈവമക്കൾ ശ്രദ്ധിക്കണം, 10 പേരും നെഗറ്റീവ് പറഞ്ഞപ്പോൾ, 10 പേരും നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കാലേബ് എഴുന്നേറ്റ് പറഞ്ഞു, നാം ചെന്ന് അത് കൈവശമാക്കും. ഇന്ന് പകല് എന്നോട് ദൈവാത്മ പറയുന്നു, വീട്ടുകാരുടെ മറുപടി ദൈവത്തിന് വേണ്ട, ബന്ധുക്കളുടെ മറുപടി ദൈവത്തിന് വേണ്ട, നാട്ടുകാരുടെ മറുപടി ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് നിന്റെ മറുപടിയാ. നിന്റെ വായിൽ നിന്ന് എന്ത് വരുന്നു അത് കേൾക്കാനാ ദൈവത്തിന് വേണ്ടത്. കുഞ്ഞ മെഡിക്കൽ സയൻസ് പലതും പറയും, വീട്ടുകാർ പലതും പറയും, നാട്ടുകാർ പലതും പറയും, കൂടെ നിൽക്കുന്ന പലരും നിന്നെ കുറിച്ച് പലതും പറയും. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നീ എന്തു പറയുന്നു അതിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്താണ്. നിന്റെ തീരുമാനത്തിലാ ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നത്. 10 പേരും നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ കാലേബ് പറഞ്ഞു, എല്ലാവരും മിണ്ടാതിരുന്നേ, നാം ചെന്ന് അത് കൈവശമാക്കും. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേശം നമ്മൾ പിടിക്കും. എത്രപേർക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റും?
പലരും പറയുന്നുണ്ട് നീ രക്ഷപ്പെടത്തില്ല, നീ ഗതി പിടിക്കത്തില്ല, നീ താപ്പോട്ടേ പോകത്തുള്ളൂ, ഒരു ഉയർച്ച നിനക്ക് വരത്തില്ലെന്ന്. പക്ഷെ ദൈവം പറയുന്ന സഹോദര സഹോദരി, നീ എന്ത് പറയുന്നു? നിന്റെ വാക്കിൽ ദൈവം അത്ഭുതം ചെയ്യും. നീ പറയുന്നത് പോലെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കും. നീ ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, എന്റെ സാഹചര്യത്തെ ദൈവം മാറ്റും, എന്റെ വീടിനകത്ത് ഒരു അത്ഭുതം ചെയ്യും, ഞാൻ കാണാത്തൊരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും. അങ്ങനെ വിശ്വാസമുള്ള ദൈവമക്കൾ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അകത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം പറഞ്ഞതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും. നാം ചെന്നത് കൈവശമാക്കും. 31 എങ്കിലും അവനോടുകൂടെ ഇതാ യോശുവയുടെ പുസ്തകം വായിച്ച നോക്കിക്കേ. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ആരാ? അയ്യോ, അവരുടെ മുമ്പിൽ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല, അവർ നമ്മിലും ബലവാന്മാരാണെന്ന് ഇവര് പറഞ്ഞു. പക്ഷെ അടുത്ത വാക്യം വായിക്കുന്നതിന് നമ്മൾ തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ഭീതിജനകമാവിധം പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ചൊറ്റുനോക്കി ദേശനിവാസികളെ തിന്നുകളയുന്ന നെഗറ്റീവ് വാക്ക. ഈ വാക്കുകൾ കേട്ടപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ മനസ്സെന്ത് ചെയ്തു? അവർക്ക് പറഞ്ഞാൽ ഇടിഞ്ഞു. എപ്പോഴും ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ മനസ്സ് നീ ഇടിക്കരുത്. സ്വതന്ത്രം പറ, വാക്കുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് നീ എന്ത് ചെയ്യരുത്? ഒരു മനുഷ്യന്റെയും മനസ്സിനെ നീ മുറിക്കരുത്. ഞാനല്ല പറഞ്ഞ വചന പറഞ്ഞത്. ഈ 10 പേര് അവരെ നിരാശപ്പെടുത്തി അവരുടെ മുമ്പിൽ വെട്ടിക്കിളിയ നമുക്ക് പറ്റത്തില്ല. ദൈവം പറഞ്ഞ കാര്യം ശരിയാ, പക്ഷെ നമ്മൾ പോയാൽ പരാജയപ്പെടും. ഇത് കേട്ടപ്പോൾ ഒരു സംഭവം നടന്നു. 14 വാക്യം 1 വാക്യം ശ്രദ്ധിക്കണം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ശത്രുവിനെ പൊക്കി പറഞ്ഞ ദൈവത്തെ തള്ളി പറഞ്ഞപ്പോൾ പാപം പിടിച്ച ദൈവജനം എന്ത് ചെയ്തു? രാത്രി മുഴുവൻ കരയാൻ തുടങ്ങി. അവര് പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. വായിച്ച വേഗത്തിൽ വേച്ചേ. എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നേ? മിസ്രൈമിൽ കിടന്ന് ഞങ്ങൾ എന്ത് ചെയ്തേനെ? ഒറ്റ ചോദ്യം. ഒരു പ്രാവശ്യത്തിന്റെ ജീവിതത്തിൽ ചിന്തിച്ചില്ലേ? ജീവിതത്തിൽ വന്ന പ്രശ്നത്തിന്റെ നടുവിൽ എന്തിനാ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നേ? മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു പോലും ചിന്തിച്ച ചില വ്യക്തികൾ ഇന്ന് പകൽ ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മ വളരെ ശക്തമായിട്ട് ഇന്ന് പകൽ ഇടപെടുക, ശക്തമായിട്ട് വചനം കേട്ട് ഏറ്റെടുത്ത് ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. ഈ വാക്കുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മുറിച്ചു കളഞ്ഞു, ഇടിച്ചു കളഞ്ഞു. ഇത് കേട്ട പാവം പിടിച്ച ഇസ്രായേൽ ജനം രാത്രി മുഴുവൻ ഉറക്ക നിലവിളിച്ചിട്ട് മോശയ്ക്കും അഹരോനും എതിരെ പുറത്തുവിട്ട് പറയും, എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു? ഞങ്ങളെ വഴിയാധാരമാക്കാൻ എന്തിനു കൊണ്ടുവന്നു? ഇതിനേക്കാൾ നല്ലത് ഫറവോന്റെ ദേശത്ത് കിടന്ന് ഞങ്ങൾ ജീവിക്കുന്നതായിരുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ. എന്നിട്ട് 3 വാക്യം നോക്കിക്കാൻ വേഗത്തിൽ. രണ്ടും 3 വാക്യത്തിൽ എത്ര ക്വസ്റ്റ്യൻ മാർക്കാണ് നോക്കണം. എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാ, പരാതിയാ. എന്തിന് ഞങ്ങളെ കൊണ്ടുവന്നു? എന്തിന് ഞങ്ങളെ വിളിച്ചു? പരാതി പറയാ. അപ്പോൾ ചില ആൾക്കാർ ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനിച്ചത്? അടുത്ത വാക്യം വായിച്ചേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ലീഡറെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം? ഓർക്കപ്പെട, നമ്മൾ വിട്ട ഇസ്രായേലിലേക്ക് എന്ത് ചെയ്യാം? മടങ്ങി പോകാം. ഇനിയൊന്നും ശരിക്കും പ്രാർത്ഥിക്കണ്ട, പിന്മാറ്റത്തിലോട്ട് പോകാം. പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു. കാരണം എന്താ? ഇത്രയും നാള് നിന്നിട്ടും ഒരു പ്രശ്നം മാറുന്നില്ല, പ്രതികൂലം മാറുന്നില്ല. നോക്കിക്കേ, കൂടെ നിൽക്കുന്നവരെല്ലാം വാക്കുകൊണ്ട് നമ്മുടെ മനസ്സിനെ കുറിച്ച് കളയാം. അപ്പൊ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ദൂത് അവര് പറഞ്ഞു, നമുക്കൊരു തലവനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ച് എങ്ങോട്ട് പോകാം? തിരിച്ച് മിസ്രൈമിലോട്ട് മടങ്ങിപ്പോകാം എന്ന് അവർ പരസ്പരം. കുഞ്ഞെ, മിസ്രൈം വിട്ട നിന്നെ തിരിച്ച് മിസ്രൈമിലേക്ക് പോകാനല്ല ദൈവം വിളിച്ചത്, വാഗ്ദത്ത നാട്ടിലേക്ക് പോകാനാ. സ്വത്രം പറ. പാരമ്പര്യം വിട്ട്, മിസ്രൈം വിട്ട്, ജാതീയ ആരാധന വിട്ട് നീ ഇറങ്ങിയെങ്കിൽ തിരിച്ച് അതിനകത്തേക്ക് കുടുങ്ങാനല്ല ദൈവം വിളിച്ചത്, വാഗ്ദത്ത ദേശത്തേക്കാ. അതുകൊണ്ടാ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞത്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. നീ മുന്നോട്ട് പോയിക്കോ, മുന്നോട്ട് പോ.
ഒരു വിടുതൽ നിന്റെ മുമ്പിൽ വെളിപ്പെടും. ഇവര് പരസ്പരം പ്ലാൻ ചെയ്തപ്പോ മോശയ്ക്കും ആഗ്രഹം മനസ്സിലായി, കാര്യം കൈവിട്ടു പോകാം, ഇവര് തിരിച്ചു പോകാൻ പോവാം. അപ്പോൾ അടുത്ത പരിപാടി നിങ്ങൾ നോക്കിക്കോണം. 5-ാം വാക്യം വായിച്ചേ, കെട്ടി വായിച്ചേ. ഉടനെ ദൈവദാസന്മാരായ മോശയും അഹരോനും ഈ വാക്ക് കേട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ സർവ്വ സംഘത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്തു? ഞാൻ അടുത്തൊരു ദൂത് പറയാൻ ശ്രദ്ധിച്ചില്ലോണം, കവിണ്ണു വീണു. അടുത്ത വാക്യം. മോശയും അഹരോനും കവിണ്ണു വീണ് കിടക്കുമ്പോൾ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും ഉടനെ അവർ ഇട്ടിരുന്ന ഉടുപ്പ് വലിച്ചു കീറിയിട്ട് ആമേൻ കാലേബും യോശുവയും കൂടെ പറഞ്ഞ കാര്യങ്ങളാ അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ അവർ പറഞ്ഞത്? ശ്രദ്ധിച്ച്, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശം. കഴിഞ്ഞ അധ്യായത്തില് 10 പേര് പറഞ്ഞു കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഈ അധ്യായത്തിൽ 2 പേര് പറയുക, ഞങ്ങൾ സഞ്ചരിച്ച ദേശം എത്രയും നല്ല ദേശം. എന്നിട്ട് അവര് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവ നമ്മിൽ, ശ്രദ്ധിച്ച, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. ആര് തരും? ഇവിടെ കാലേബും യോശുവയും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു നമ്മൾ ഒന്നുമില്ല, നമ്മൾ പൊട്ടന്മാരാ, അവര് ശക്തന്മാരാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു എങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എത്ര കോട്ടകൾ എനിക്ക് മുമ്പേ നിന്നാലും, എത്ര മല്ലന്മാർ എനിക്കെതിരെ എഴുന്നേറ്റാലും, എന്റെ ദൈവം എന്നെ അവിടെ കൊണ്ടുചെന്ന് ആ സ്ഥലം എനിക്ക് തരുമെന്ന് കാലേബും യോശുവയും പറയുന്നത് പോലെ വിശ്വാസത്തോടെ പറയാൻ ഇന്ന് മുതൽ എത്ര പേര് തയ്യാറാകും? അവർക്ക് വേണ്ടി ദൈവശക്തി ഇന്ന് മുതൽ വ്യാപരിക്കും. യഹോവ നമ്മളിൽ പ്രസാദിക്കുന്നു എങ്കിൽ നമുക്കത് കിട്ടും. ആ വാക്യത്തില് കാലേബും യോശുവയും പറയാനുള്ള കാരണം ദൂതായിട്ട് പറയാം. അവര് പറഞ്ഞ എത്രയേ ഉള്ളൂ, ദൈവം നമ്മുടെ കൂടില്ലെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല. ശ്രദ്ധിച്ചേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ അത് നിനക്ക് കിട്ടത്തില്ല. പക്ഷെ മറുസൈഡിൽ വേറൊരു ദൂതുണ്ട്. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് നിനക്ക് ദൈവം തരും. വിശ്വാസത്തോടെ ദൈവസമയം ആമേൻ പറഞ്ഞേ. നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. ദൈവം പറഞ്ഞവൻ വിശ്വസ്തൻ. ദൈവം നിന്നിൽ പ്രസാദിക്കുന്നു എങ്കിൽ അത് നിനക്ക് തരും. യേശുവിന്റെ നാമത്തിൽ എന്നെ വളരെ ഈ സങ്കീർത്തനം ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നപ്പോൾ എന്നെ വളരെ സ്പർശിച്ചൊരു വചനമാണ്. ഈ പാപം പിടിച്ച ദൈവദാസന്മാര് ഇട്ടിരിക്കുന്ന ഉടുപ്പ് വലിച്ചു കീറി പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് ശാന്തമായിട്ടിരുന്നേ. യഹോവ നമ്മളിൽ പ്രസാദിക്കുന്നു എങ്കിൽ ആമേൻ, ഹല്ലേലൂയ. 2 കാര്യം ചെയ്യും. 1, ആ ദേശത്ത് ദൈവം നമ്മളെ കൊണ്ടുചെല്ലും. 2, ആ ദേശം ദൈവം നമുക്ക് തരും. സ്വന്തം പറ, ദൈവത്തെ കയറി പിടിച്ചോ, അവന്റെ കൃപയെ കയറി പിടിച്ചോ, അവന്റെ കരുണയ്ക്കകത്ത് നീ മത. 1, അവിടെ ദൈവം നിന്നെ കൊണ്ടുചെല്ലും. 2, അത് ദൈവം നിനക്ക് തരും. നീ അറിയുന്നില്ല, കളിയാക്കുന്നവരുടെ നടുവിൽ, നിന്ദിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവരുടെ നടുവിൽ, തകർച്ച വരാൻ കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ഇന്ന് പകരം വാ തുറന്നു പറ, ദൈവം എന്നിൽ പ്രസാദിക്കുന്നു എങ്കിൽ, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് തരും. ഇവിടെ വേറൊരു പ്രസംഗം കയറി വരിക. ദൈവം നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ വിഷയം അതെടുക്കുന്നത് വേറെ പ്രസംഗമാണ്. അപ്പൊ ദൈവം നമ്മളിൽ എന്ത് ചെയ്യണം? പാപം പിടിച്ച ദൈവദാസന്മാർ ഉടുപ്പ് വലിച്ചു കീറിയിട്ട് പറയുക, നിങ്ങളാരും വിഷമിക്കരുത്, ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തരും. ആമേൻ. എന്നിട്ട് ഇവരുടെ രണ്ടിന്റെ സംഭാഷണം അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? പക്ഷെ ഒരു കാര്യം, യഹോവയോട് നിങ്ങൾ
എന്ത് ചെയ്യരുത്? ആരാധനയോട് നീ മത്സരിക്കരുത്. ഇവിടെ സാമ്പാർഷ പ്രസംഗിക്കുന്നു, സാമ്പാർഷ വചനമല്ല, ദൈവത്തിന്റെ വചനമാണ്. പ്രസംഗിക്കുന്ന ആളോട് നീ മത്സരിക്കരുത്, ദൈവത്തോട് നീ മത്സരിക്കരുത്. ആമേൻ പറ. വചനത്തോട് മത്സരിക്കരുത്, ദൂതിനോട് മത്സരിക്കരുത്, അഭിഷേകത്തോട് മത്സരിക്കരുത്, കൃപയോട് മത്സരിക്കരുത്. വളരെ വ്യക്തമായി കാലേബിൽ യോശുവ പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അത് നിങ്ങൾ ചെയ്യാം. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. മത്സരം പാടില്ല. ആമേൻ പറ. ഭൂമിയിലാർക്കും ദൈവത്തോട് മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മത്സരികൾ വരണ്ട ദേശത്ത് പാടാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൂതിനോട് മത്സരിക്കരുത്, ദൈവത്തോട് മത്സരിക്കരുത്. നമ്മുടെ മനസ്സിനകത്ത് മത്സരങ്ങൾ മാറട്ടെ. അടുത്തത് നോക്കിക്കോണം. ആ ദേശത്തിലെ ജനത്തെ നിങ്ങൾ പേടിക്കരുത്. എന്റെ കാര്യം ചോദിക്കാം. വിഷമങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ വിഷമിച്ചിരിക്കുന്നവരെ വീണ്ടും വിഷമിപ്പിക്കരുത്. അവരോട് പറയണം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ. അങ്ങനെ പറഞ്ഞ എത്ര പേരുണ്ട്? ഇവരിപ്പോ പേടിച്ചിരിക്കുക. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ആ ദേശത്തിലെ ജനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? സഹോദര, ഭയപ്പെടണ്ട, പിന്നെ ഭയപ്പെടണ്ട. നിന്റെ അവസ്ഥ ദൈവം മാറ്റും. ദൈവമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ കളിയാക്കരുത്, നിന്ദിക്കരുത്, പഠിക്കരുത്. ജനത്തെ നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. അവർ നമ്മുടെ ഇരയാകുന്നു. അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ബ്രെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ചില ട്രാൻസ്ലേഷനിൽ. കാരണം നാളെ അവർ നമുക്ക് ഇരയാണ് എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് തിന്നണമെന്നല്ല, അവരുടെ മേൽ ദൈവം നമുക്ക് ജയം തരും. ഇന്നുള്ള നമ്മുടെ സാഹചര്യത്തെ ദൈവം മാറ്റുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാലേബ് യോശുവയും വെളിപ്പാടി കണ്ടു. അവർ നാളെ നമ്മുടെ ഇരയാണ് എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ അവരെ ജയിക്കും. ഇന്ന് നിനക്ക് നല്ല പ്രശ്നമുണ്ട് കുഞ്ഞെ, ഒത്തിരി വിഷമിക്കുന്നുണ്ട്. പക്ഷെ നീ വിശ്വസിക്ക്, നാളെ അതിനുമേൽ ദൈവം നിനക്ക് ജയം തരും. വിശ്വാസമുള്ളവർ ഇന്ന് പല സ്തോത്രം പറഞ്ഞു. ഈ ദൂത ദൈവം നിനക്ക് തരുന്നത്. അടുത്തത്, അവരുടെ ശരണം പോയി നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട്. എന്താ അവരെ പേടിക്കരുതെന്ന് പറഞ്ഞേ? നമ്മോടുകൂടെ ദൈവമുണ്ട്. ദൈവം നമ്മോട് കൂടെ ഉള്ളതിന്റെ തെളിവ നീ ഇവിടെ ആയിസോടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, 3 നേരം കഴിക്കുന്ന ആഹാരത്തിന്റെ ബലമല്ല, മരുന്നിന്റെ ശക്തിയല്ല. നിന്റെ വീട്ടിൽ ഒരാള് പോലെ എണ്ണത്തിൽ കുറയാതെ ഈ ഏപ്രിൽ മാസം 28-ാം തീയതി പകലും നീ ഇവിടെ ഇരിക്കുന്നതിന്റെ തെളിവ് നിന്റെ കൂടെ ദൈവമുണ്ട്. ബോധ്യമുള്ളവർ ഞാൻ പറയാതെ തന്നെ സ്വന്തം പറ. നിന്നെ തകർക്കാൻ വന്ന ലക്ഷ്യമാണ് വിലാപ വീടാക്കാൻ, നിന്റെ വീട്ടിൽ ഒന്നിനെ തകർത്ത് കളയാൻ വാതുകെട്ടി വന്ന രോഗബന്ധനത്തിന്റെ നടുവിൽ ഇന്ന് പകരം ആയിസോടിരിക്കുന്നത് യഹോവ നിന്റെ കൂടെ ഉണ്ട്. വാസ്തവത്തിൽ ദൈവത്തിന് സ്വന്തം ചെയ്യാം. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്കുകൊണ്ടല്ല, ആരുടെ ഭാണ്ഡത്തിലാണോ നിന്റെ ജീവൻ കെട്ടിയത് അവർ നിന്റെ കൂടെ ഉണ്ട്. വിശ്വാസമുള്ള അല്പസമയം വാ തുറന്ന് ദൈവത്തിന് ആരാധന കൊടുക്കാം. യഹോവ നിന്റെ കൂടെ ഉണ്ട്. യഹോവ എന്റെ കൂടെ ഉണ്ടെന്ന് എങ്ങനെ തെളിയും? ഞാൻ ആയുസോടെ നിൽക്കുന്നു. സ്തോത്രം പറ, സ്തോത്രം പറയൂല്ലേ? നിങ്ങൾ വിളിക്കല്ലേ? യഹോവ നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ ഉള്ളതിന്റെ തെളിവാണ് നീ വിളിക്കുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച്, അയ്യോ പ്രശ്നങ്ങളെ വന്നു, നിനക്ക് ഇത്ര പ്രശ്നം നിന്റെ വീട്ടിൽ വന്നു.
ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി. ആമേൻ. തറന്നാ കയറി വന്നത് വീട്ടില്. വിലാപ വീടാവേണ്ട സമയം കഴിഞ്ഞില്ലേ? പക്ഷെ ഇന്ന് പകൽ ദൈവം നിന്റെ കൂടെ ഉള്ളതിന്റെ തെളിവ്. എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ഇവിടെ ഇരിക്കുന്നതാ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിനൊന്ന് സ്വസ്ഥം കൊടുത്ത് ഹൃദയത്തിൽ നിന്ന് നന്ദി പുറത്തു വരുത്തി ദൈവത്തിനൊന്ന് സ്വസ്ഥം കൊടുത്ത് ഇത്രയും വാക്യങ്ങള് ആരാ പറഞ്ഞത്? യോശുവേ, ഉടുപ്പ് ശ്രദ്ധിക്കണം. ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ, മോശയുടെയും അഹരോന്റെ മുമ്പിൽ ഉടുപ്പ് വലിച്ചു കീറി രണ്ടുപേർ. ആരൊക്കെ? യോശുവയും കാലേബും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എല്ലാരും കേട്ടോണ്ടിരുന്നു. ഇനി അവരുടെ ട്യൂണ് മാറി. 10-ാം വാക്യം. ഇവിടത്തില്ല വെറുതെ. ഇത്രയും നേരം കേട്ടോണ്ടിരുന്നു. അപ്പം ഉടനെ എല്ലാരും പറഞ്ഞു, ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടിനെ കൊല്ലാൻ പറഞ്ഞു. ആമേൻ പറ. ഇവര് ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞു. പറ, കുറ്റം പറഞ്ഞു. ആരുടെയെങ്കിലും അപവാദം പറഞ്ഞു. ദൈവത്തിനെതിരെ പറഞ്ഞില്ല. വേറെ നല്ല കാര്യം പറഞ്ഞത്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും. നിങ്ങളില്ലേ പറഞ്ഞത്? ഈ കാര്യം കേട്ടപ്പോൾ ആൾക്കാർക്ക് പിടിച്ചില്ല. അവര് പറഞ്ഞു, രണ്ടിനെയും കൂടെ ഇപ്പൊ കല്ലെറിയാൻ പറഞ്ഞു. ആമേൻ പറ. നീ നല്ലതാ ചെയ്യുന്നത്, പക്ഷെ നിനക്ക് തിരിച്ചു കിട്ടുന്നത് വേറെയാണ്. ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിനക്ക് തിരിച്ചു കിട്ടുന്നത് കൈപ്പാണ്. കല്ലെടുക്കണ, രണ്ടിനെ തീർക്കാൻ പറഞ്ഞു. ആമേൻ. ഒരു ദോഷത്തിന് ഇവര് പോയില്ല. ആരുടെയും പേര് ഇവിടെ വിളിച്ചില്ല. അവര് പറഞ്ഞ ദൈവം നമ്മോട് ശാന്തമായിട്ടാണ് പറഞ്ഞത്. ശാന്തമായിക്കേ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദേശം നമുക്ക് കിട്ടും. അവർ നമ്മുടെ മുമ്പിൽ ഇരയാണ്. അവർക്ക് പിടിച്ചിരിക്കും. അപ്പോൾ എന്നാൽ അവരെ കൊല്ലണമെന്ന് സഭയെല്ലാം, നിങ്ങളൊന്ന് കണക്ക് പിടിക്കും, ഇത്രയും ലക്ഷം പേര് ഒരുമിച്ച് എഴുന്നേറ്റ് ആ നല്ല കാര്യം പറഞ്ഞ രണ്ടെണ്ണത്തിന് ഇപ്പോൾ കല്ലെറിഞ്ഞ് ഈ യോശുവയും കാലവും പെട്ടെന്ന് പേടിച്ചു. ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സംഭവം നടന്നു. അപ്പോ കല്ല് പറക്കണ, കല്ലെടുക്ക്, രണ്ടിനെ ഇപ്പൊ എറിഞ്ഞു കൊല്ലണം. കാരണം ഇതിന് വേണ്ട. ഇവിടെ ദൈവത്തിന് വേണ്ടി നിന്നവരെ എറിഞ്ഞു കൊല്ലാൻ കല്ലെടുത്തപ്പോൾ അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. ദൈവത്തിനറിയാം ഇനി ഇവർ എറിയും. പക്ഷെ യോശുവേ, കാലേബേ അവരുടെ ഏറ് കിട്ടുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. വിശ്വസിക്കുന്നവർ സ്വന്തം പറ. മനുഷ്യൻ കല്ലെടുക്കും, പക്ഷെ ഏറ് നിന്റെ തലയിൽ കൊള്ളാം, നിന്റെ ജീവിതത്തിൽ കൊള്ളാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നു. ദൈവം ഇടപെടും. ശ്രദ്ധിച്ചോ. യോശുവയ്ക്കും കാലേബിനുമെതിരെ കയ്യിൽ കല്ലെടുത്ത് കൊന്നുകളയാൻ പദ്ധതിയിട്ട ജനത്തിന്റെ നടുവിൽ ദൈവം ഇടപെട്ടു. ഇന്ന് പകൽ ഞാൻ മൂന്ന് പറയാം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെതിരെ നീ വിരൽ ചൂണ്ടരുത്. ദൈവത്തിനെതിരെ നീ വിരൽ ചൂണ്ടരുത്. ദൈവം ഇടപെട്ടു.
യേശുവിന്റെ നാമത്തിൽ വിശ്വാസമുള്ള ദൈവമക്കൾ ഇന്നലെ സ്തോത്രം പറയട്ടെ. അപ്പോൾ യഹോവയുടെ തേജസ് ആമേൻ സമാഗമന കൂടാരത്തിൽ കയ്യിൽ കല്ലെടുത്ത് അവിടെ വായിക്കുന്ന എല്ലാ ഇസ്രായേൽ മക്കളും കാണെ കല്ലുമായിട്ട് നിൽക്കുന്നവര് കാണെ ഇറങ്ങി വന്നു. ദൈവം പറയുന്നു, ദൈവം ഇടപെടാൻ പോവാ. സ്വതന്ത്രം പറ. ചില വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോവാ. ഇവരാരുടെയും കുറ്റം പറഞ്ഞില്ല, ഇവരാർക്കെതിരെയും അപവാദം പറഞ്ഞില്ല, ഇവര് നല്ല കാര്യം ധൈര്യമായിട്ടിരിക്കുക. ദൈവം നമുക്കത് തരുമെന്ന് പറഞ്ഞവരെ കല്ലെടുത്തപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ആമേ പറ. അവിടെ വേറൊരു ദൂത് വരുന്നുണ്ട്. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ സംരക്ഷിക്കും. സ്വതന്ത്രം പറ. നീ വചനത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ സംരക്ഷിക്കും. മോശ പറഞ്ഞ തീ വീണ് കറ്റക്കുട്ട കത്തിയാൽ തീയിട്ടവനെ മിത്രവാദി മേളിൽ നിന്ന് തീ വീണിട്ട് കറ്റക്കുട്ട കത്തിപ്പോയാൽ തീയിട്ട ദൈവം ചിരിക്കത്തില്ല. തീയിട്ടവൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. പരിശുദ്ധാത്മ പറയുന്നു, ഉടനെ മേഘം ഇറങ്ങി വന്നു. ദൈവം ആ സമയത്ത് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഇവരെ എന്ത് ചെയ്തേനെ? ദൈവം അനുവദിക്കോ? പറ. വാതുറന്ന് പറ. എത്ര പേര് നിന്നെ എറിയാൻ കല്ലെടുത്തു? ഒരു കല്ല് നിന്റെ ദേഹത്ത് തൊടാതെ ഇന്ന് പകലും നിർത്തി ദൈവം നിർത്തിയെങ്കിൽ ഞാൻ പറയാതെ തന്നെ സ്വതന്ത്രം പറഞ്ഞോണം. ഈ വചനം നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി കൊടുത്തോണം. കയ്യിൽ കല്ലെടുത്തവരുടെ നടുവിൽ ആരെ പിടിപ്പിക്കുന്നത്? അവർ കാണെ യഹോവയുടെ തേജസ് ഇറങ്ങി വരിക മേളിൽ നിന്ന്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സംസാരിക്കുന്നു. കയ്യിൽ കല്ലെടുക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. പക്ഷെ നീ മിണ്ടാതെ നിൽക്കുക. അവിടെ നിൽക്ക് നീ. അവർ കാണെ നിന്നെ സംരക്ഷിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഗ്ലോറി നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവാ. ഇവിടെ ചില വ്യക്തികളോട് വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഉടകമാന ഘടകസ്യ ഇടവും വലവും കല്ലേറ്, മുമ്പും പിമ്പും കല്ലേറ്. തട്ടിക്കളിക്കുക മനുഷ്യൻ നിന്നെ ഇട്ട്. പക്ഷെ നീ വിഷമിക്കണ്ട, നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാൻ പോവാ. എത്ര പേർക്ക് സ്വന്തം ചെയ്യാൻ പറ്റും? നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് തേജസ് ഇറങ്ങി വരില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വീട്ടുകാർ നിന്നെ തട്ടിക്കളിക്കുന്നു, നാട്ടുകാർ നിന്നെ തട്ടിക്കളിക്കുന്നു, കൂടപ്പെട്ടവർ നിന്നെ തട്ടിക്കളിക്കുന്നു. നിനക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കിലും ഒരുവൻ ഉയരത്തിലുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുക. വിശ്വാസമുള്ളവർ വാതുറന്ന് സ്വത്രം പറഞ്ഞേ. ഓ, കരങ്ങൾ ഉയർത്തി സ്വത്രം പറഞ്ഞേ. കരങ്ങൾ ഉയർത്തി സ്വത്രം പറഞ്ഞേ. എനിക്ക് ചോദിപ്പാൻ ചേട്ടൻ, നമ്മൾ പറയും നമുക്ക് മനുഷ്യരാരുമില്ല. പക്ഷെ മേളിൽ നിന്ന് ഒരുവൻ ഇറങ്ങി വരാൻ പോവുക. ദൈവം പറയുന്നു, കൈ കല്ലുണ്ട്, ഏറ് നിന്നെ കൊള്ളത്തില്ല. ആമേൻ പറ. ഏറ് നിനക്ക് കൊള്ളത്തില്ല, ഏറ് നിനക്ക് കൊള്ളത്തില്ല. പോരാട്ടം നിന്റെ മുമ്പിലുണ്ട്, പക്ഷെ അത് നിന്നെ തൊടത്തില്ല. പ്രതികൂലം നിന്റെ മുമ്പിലുണ്ട്, അത് നിന്നെ തൊടത്തില്ല. അനർത്ഥം നിന്റെ മുമ്പിലുണ്ട്, അത് നിന്നെ തൊടത്തില്ല. ദൈവം ഇറങ്ങി വരുന്നു. ഞാൻ സമയം പോകുന്നുണ്ട്, നിർത്തുക. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? അടുത്ത വാക്യം വായിക്കുന്നു. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളം കണ്ടിട്ടും അവർ അത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ഞാൻ അവരെ മഹാമാരിയാൽ സംഹരിച്ചു കളയും, നിന്നെ അവരെക്കാൾ വലുപ്പവും ബലമുള്ള ജാതിയാക്കി ചെയ്യുമെന്ന് അരുളി. ഇതാണ് യോശുവ 14:8 കാലേബ് പറഞ്ഞത്. കൂടെ പോയ ജനം ഉരുക്കിക്കളഞ്ഞപ്പോൾ ഞാൻ യഹോവയോട് എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് പറ്റി നിന്നു. എത്ര പേർക്ക് സ്വതന്ത്രം ചെയ്യാൻ തയ്യാറാണ്? ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങും. വലിയ കുടുക്കിക്കൂടെ നീ പോവുക. എല്ലാവരും കണ്ണടച്ച്. സഹോദരങ്ങളെ, നിന്നെ വിടുവിപ്പാൻ ആർക്കും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. ഒരു വലിയ കെണിക്കകത്ത് നീ ഒപ്പത്തിരിക്കുക. ഈ കൂട്ടിലൊരു മനുഷ്യന് പോലും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അതിനകത്തുനിന്ന് നിന്നെ വിടുവിപ്പാൻ ആർക്കും കഴിയത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ ഇറങ്ങി വരാൻ പോകുന്നു.
എല്ലാവരും ഒന്ന് സ്വത്രം പറഞ്ഞ് കാലേബേ, യോശുവേ, കല്ല് നിങ്ങൾ കണ്ടു, പക്ഷെ നിങ്ങളുടെ ദേഹത്ത് കല്ല് തൊടത്തില്ല. ഞാൻ ഇറങ്ങി വരാൻ പോവാ. എനിക്കറിയത്തില്ല, വളരെ ശക്തമായ ലൈവിലൂടെ വിദേശ രാജ്യങ്ങളിലിരുന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ഹോളിനകത്തിരിക്കുന്നവരെ പലരും കല്ലെടുത്തു. പക്ഷെ ഒരു കല്ല് പോലും നിന്നെയോ നിന്റെ പ്രാണനെയോ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒത്തിരി പോരാട്ടം നിന്റെ വീട്ടിൽ വന്നു, ഒരു പ്രാണനെ പോലും ദൈവം തൊട്ടില്ലല്ലോ. സ്വത്രം പറഞ്ഞാട്ട് സ്വത്രം പറ. നിന്റെ പ്രാണനെ തകർക്കാൻ വന്ന വിഷയമാണ്, പക്ഷെ പ്രാണനെ തൊടാതെ വണ്ണം ദൈവം കാത്തതോർത്ത്. എന്നോട് ദൈവം ശക്തമായിട്ട് പറയുന്നു, കയ്യിൽ കല്ലെടുത്തുണ്ട്, വിഷമിക്കരുത്. അപ്പോൾ യഹോവയുടെ തേജസ് എറിയാൻ നിന്നവർ കാണെ അവർക്ക് വേണ്ടി ഇറങ്ങി വരിക. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ കരയുന്ന വ്യക്തിയാണോ? നീ ദൈവത്തോട് പറ്റിയിരിക്കുന്ന വ്യക്തിയാണോ? നിന്നെ തൊടാൻ ദൈവം അനുവദിക്കയില്ലെന്ന് ഇന്ന് വരെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. മനുഷ്യൻ നോക്കുമ്പോൾ നീ കൊള്ളത്തില്ലായിരിക്കാം, പക്ഷെ നീ ദൈവത്തോട് പറ്റിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ സംരക്ഷിക്കും. നിന്റെ തലമുറയെ ദൈവം സംരക്ഷിക്കും. നിന്റെ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. അനുഭവമുള്ള എല്ലാവരും കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തിന് ആരാധന കൊടുത്ത്, നന്നായി കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തിന് ആരാധന കൊടുക്കാം. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നിന്നെ വിടുവിക്കും. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കും. നീ ദൈവത്തോട് പറ്റിയിരുന്നാൽ നിന്റെ തലമുറയെ ദൈവം വിടുവിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ കർത്താവേ, തന്ന ബുദ്ധിനായ സ്തോത്രം.